ശബരിമല വിഷയത്തിൽ പലരും ചർച്ചകൾ വഴിതിരിച്ചുവിടുന്നുവെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ. ശബരിമല കൊള്ളയിൽ അന്തർദേശീയ ബന്ധങ്ങൾ കോടതി വരെ സംശയിക്കുന്നുണ്ട്. കൊള്ളയ്ക്ക് പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് കണ്ടെത്തണം. വലിയ കണ്ണികൾ സ്വർണ്ണക്കടത്തിന് പിന്നിലുണ്ടെന്നും നിയമം അറിയുന്നവർ തന്നെ നിയമം ലംഘിച്ചെന്നും SJR കുമാർ ജനം ടിവിയോട് പറഞ്ഞു. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് വിഭാഗം ഉറങ്ങുകയായിരുന്നോ കിടന്ന് ഇത്രയും നാൾ? എവിടെയായിരുന്നു നിങ്ങൾ? ഈ ശബരിമലയിൽ നമ്മളെപ്പോഴും ഈ കാര്യങ്ങൾ ശബരിമലയിലെ ദേവസ്വം ബോർഡും ജീവനക്കാരും അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയിൽ മാത്രം ഒതുക്കുകയാണ്. ഞാൻ പറഞ്ഞത് അതല്ല. ഇന്ന് ഞാൻ ചോദിക്കുന്ന പ്രധാന ചോദ്യം ഒന്ന്, ഈ മുൻ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർമാരെ ഉറങ്ങുകയായിരുന്നോ? അവരെന്തുകൊണ്ട് ഇത് കണ്ടുപിടിച്ചില്ല? പിന്നെ എന്തിനാണ് ഈ സ്പെഷ്യൽ കമ്മീഷണർ അവിടെ വെച്ചിരുന്നത്? അവരുടെ ചോദ്യം ചോദിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോടെയും ആവശ്യപ്പെടുകയാണ്, ബഹുജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം ഇന്നൊരു സ്പെഷ്യൽ കമ്മീഷണർ ആദ്യമായിട്ട് വന്നല്ല, ഇതിനു മുമ്പുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത വിഷയം. രണ്ടാമത് ഞാൻ ചോദിക്കുന്നത്, ഈ കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു ചെറിയൊരു മുറുക്കാൻകട നടത്തുന്ന ഒരുത്തന് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കാണിച്ചാൽ ഉടനെ അവനെ പിടിക്കുകയാണ്. അതായത് ഈ എന്തോ പൊതിഞ്ഞു വരുന്ന ഒരു ടൊബാക്കോയുടെ സാധനം അവിടെ ഉണ്ട് നിറഞ്ഞ് അവൻ്റെ റെയ്ഡ് ചെയ്ത് അവൻ്റെ കട നശിപ്പിച്ച് അവനെ വഴിയാധാരമാക്കുന്ന കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഈ ശബരിമലയിൽ വർഷങ്ങളായിട്ട് നടന്ന സ്വർണ്ണക്കൊള്ള അതിന് കൂട്ടുനിൽക്കുകയായിരുന്നു. ഈ മന്ത്രി ഉൾപ്പെടെ, ഈ ഹോം മിനിസ്റ്റർ ഉൾപ്പെടെ, യാതൊരു സംശയം വേണ്ട.